ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 25, വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ. സിസിലിയായുടെ തലസ്ഥാനമായ താർസൂസിൽ ക്രിസ്തുവിൻ്റെ ജനനകാലത്ത് തന്നെയാണ് മഹാനായ പൗലോസ് അപ്പോസ്തലൻ്റെയും ജനനം. ജന്മം കൊണ്ടുതന്നെ ഫരിസേയനായിരുന്ന സാവൂൾ യഹൂദ നിയമത്തോടുള്ള പ്രതിപത്തി നിമിത്തം ക്രിസ്തു മതത്തിൻ്റെ ബദ്ധശത്രുവായിരുന്നു. സ്റ്റീഫനെ കല്ലെറിയുന്ന സന്ദർഭത്തിൽ സാവൂളും സന്നിഹിതനായിരുന്നു. ക്രിസ്ത്യാനികളെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കൊന്നൊടുക്കുന്നതിന് ഡമസ്കസിലെ സംഘങ്ങൾക്ക് വേണ്ട നിർദ്ദേശപത്രം പ്രധാന പുരോഹിതനിൽ നിന്ന് വാങ്ങി വരവേ ദമാസ്കസിന് സമീപത്ത് എത്തിയപ്പോൾ ആകാശത്തു നിന്നും ഒരു പ്രകാശം സാവൂളിൻ്റെ കണ്ണിൽ പതിച്ച് നിലം പതിച്ചു. ഉടനെ ഒരു സ്വരം കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഉടനെ സാവൂൾ, കർത്താവേ, അങ്ങ് ആരാണ്? ഉടനെ, നീ പീഡിപ്പിക്കുന്ന നസറത്തുകാരനായ ഈശോയാണ് ഞാൻ. സാവൂൾ വീണ്ടും ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? പട്ടണത്തിലേക്ക് ചെല്ലുക, എന്തു ചെയ്യണമെന്ന് അവിടെ വച്ച് നിന്നോട് പറയും. സാവൂൾ എഴുന്നേറ്റ് കണ്ണ് തുറന്നിരുന്നിട്ടും കാണാൻ കഴിയാതെ സഹയാത്രികൻ കൈക്കുപിടിച്ച് ദമാസ്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കർത്താവ് അനനിയാസിനെ വിട്ട് സാവൂളിന് ജ്ഞാനസ്നാനം നൽകിയതും കാഴ്ച തിരിച്ചു കിട്ടി. പിന്നീട് ക്രിസ്തു ശിഷ്യനായി മാറിയ പൗലോസ് വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേലിയരുടെയും ഇടയിൽ നിരവധി യാതനകൾ അനുഭവിച്ച് സുവിശേഷം പ്രസംഗിച്ചു. വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള സാവൂളിനെ ഉരിഞ്ഞുമാറ്റി വിശുദ്ധിയോടെ പുതിയ മനുഷ്യരായി ജീവിക്കാം. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.